ഇറാഖിലെ തീരാനി എന്ന പ്രദേശത്താണ് മഹാനായ ഞങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇൽമ പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് കുറെ ദൂരയിലേക്ക് പോകുമ്പോൾ ഒരു 40 ദിർഹം മഹാനായ ഞങ്ങളുടെ കയ്യിൽ കൊടുക്കുക. ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് ഉമ്മ തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, മോനെ നീ കളവ് പറയാൻ പാടില്ല, നീ എന്ത് പ്രശ്നം വന്നാലും കളവ് പറയാൻ പാടില്ല, കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മുസീബത്തിലേക്ക്, അതുകൊണ്ട് ഈ കളവ് പറയരുത്, എപ്പോഴും സത്യം പറയുന്നത് ഉമ്മ ഈ കുട്ടിക്ക് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടി യാത്ര പോവുകയാണ്. ഇൽമ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ദൂരെ കുറേ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു വിശാലമായ വൈഭൂമിയിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കുറെ അന്ന് കവർച്ച സംഘങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തന്നെ അന്നും കവർച്ച സംഘങ്ങളൊക്കെ പണം തട്ടി കുറയ്ക്കുകയും അങ്ങനെ ഒരു കവർച്ച അക്രമി സംഘം മഹാനായ വൈദീശനങ്ങൾ വളയുകയും അങ്ങനെ കുറെ വൈദീശനങ്ങൾ മാത്രമല്ല കുറെ യാത്രക്കാരുണ്ട്, കല്യാണ യാത്രക്കാരും അവരുടെ സ്വത്തുക്കളൊക്കെ ആക്രമിച്ചിട്ട് കവർച്ച ചെയ്യുകയാണ്. വൈദീശനങ്ങളോട് ആ കവർച്ച സംഘത്തിലെ വലിയ നേതാവ് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കുട്ടിയോട് ചോദിക്കണം, നിന്റെ കയ്യിൽ എന്താണുള്ളത്, എന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് പറഞ്ഞപ്പോ വൈദീശനങ്ങൾ പറഞ്ഞു, എന്റെ അരയുടെ എന്റെ ബെൽറ്റിന്റെ കെട്ടിന്റെ ഉള്ളിൽ 40 ദിർഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോ ഈ കൊള്ള സംഘത്തിന്റെ നേതാവിന് അത്ഭുതം വന്നുപോയി, എന്താണ് ഈ കാണുന്നത്, ഈ കുട്ടി എന്താണ് പറയുന്നത്, ഈ കുട്ടി സത്യം പറഞ്ഞത് അത്ഭുതപ്പെടുകയാണ്. കാരണം കുട്ടികൾ അങ്ങനെ പൈസയോടെ പറയുള്ളൂ. ആ കുട്ടി അങ്ങനെ ആ പുറത്ത് നോക്കിയപ്പോൾ 40 ദിർഹം കാണിച്ചു കൊടുക്കുന്നു. ഈ കുട്ടിയുടെ ഈ ഒരു സ്വഭാവം കണ്ടത് കാരണം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആ കൊള്ള സംഘത്തെ എല്ലാവരും ഹിദായത്തിലേക്ക് വന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള ഭൂമി അല്ലാഹു നൽകുമാറാവട്ടെ. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് ചെറുപ്പത്തിൽ എന്ത് കൊടുക്കുന്നുവോ അതാണ് നമ്മൾ മക്കൾ പഠിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ കളവ് പറയാൻ ശീലിപ്പിക്കരുത്. മക്കൾക്ക് നമ്മൾ വാപ്പ മാതാപിതാക്കൾ ഗുണമുള്ള നല്ല നല്ല മക്കളായി വളർത്താൻ വേണ്ടി ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. ഹറാമിന്റെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വട്ടിയുടെ ഭക്ഷണം, പലിശയുടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് നല്ല സ്വഭാവം വളരണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ വീട്ടിൽ ഉപ്പയും പാപ്പയും ഒരുപോലെ നല്ല സ്വഭാവത്തിൽ ഉണ്ടാവണം. ഭാര്യയോട് പണങ്ങാൻ പാടില്ല, അല്ലെ മക്കളെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ അടി കൂടാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, മോശം സംസാരിക്കാൻ പാടില്ല. കുട്ടി അതേ സംസാരം കേട്ടിട്ടാണ് കാലിൽ വന്നിട്ടോ മരണത്തിൽ വന്നിട്ടൊക്കെ മക്കളെ വിളിക്കുന്നെന്താ എന്റെ ഉമ്മയും പാപ്പയും കണ്ടത് കേട്ടിട്ട. അപ്പൊ മാതാപിതാക്കൾക്ക് വലിയ കാര്യമുണ്ട് മക്കളെ വളർത്തുന്നതിൽ ഒരു ഗുണപാഠമുണ്ട് എന്നുള്ള ഒരു ഗുണപാഠം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഉമ്മയും പാപ്പയും നല്ല സംസാരവും നല്ല നിസ്കരിക്കുകയും നല്ല ഇബാദത്ത് എടുക്കുകയും അതുപോലെ തന്നെ നമ്മളല്ലേ നമ്മളെ മരണപ്പെട്ടു പോയ എന്റെ വാപ്പാന്റെ കബറിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ഞാൻ വന്നിട്ടാണ് ഞാൻ സിയാറത്ത് ചെയ്യുന്നത്. എന്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ സിയാറത്ത് ചെയ്യാം. ഇടയ്ക്കൊക്കെ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പെരുന്നാൾ ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം എന്റെ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ എവിടെ പോകണം, ഇത് എന്റെ അച്ഛയാണത്, എന്റെ വാപ്പായാണത്, എന്റെ ഉമ്മയാണത്, എന്റെ അച്ഛയാണത് എന്ന് പറഞ്ഞ് അവർ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടുത്തെ യാത്രയോടണം. എങ്കിൽ നാളെ മക്കൾ ഞാൻ ധരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ധരിച്ചാൽ എന്റെ മക്കൾ നാളെ നമ്മുടെ കബറിന്റെ അടുത്ത് വന്നത് ആശയം അല്ലാഹു അങ്ങനെയുള്ള മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ പഠിപ്പിച്ചതുമാണ്. ഉമ്മ നിസ്കരിക്കാണ്, വാപ്പ നിസ്കരിക്കാണ്, 7 വയസ്സായാൽ മകനെ കൂടി മകനെ ഇക്കാമത്ത് കൊടുക്കാൻ പറയണം, ഇമാമതെന്ന് നിസ്കരിക്കണം. എങ്കിൽ നാളെ ഞങ്ങളെ മക്കൾ നിസ്കരിക്കുന്ന മക്കളായി മാറും. അല്ലാഹു. അപ്പൊ വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വഭാവം അത് വീട്ടിൽ നിന്ന് എങ്ങനെയാണോ അതിനുള്ള കുട്ടികൾ അത് വളരെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ വൈദീശന്റെ ചെറുപ്പത്തിൽ ഉമ്മ കൊടുത്ത ഈ ഉപദേശം, ആ ഉപദേശം കാരണം ലോകം അറിയപ്പെട്ട ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ വലിയ വലിയായി മാറാൻ മഹാനായ വൈദീശനെ അല്ലാഹു സാധിച്ചു കൊടുത്തു. അല്ലാഹു മനസ്സിലാക്കാനും മഹാനവരുടെ പെരുത്തവട്ടെ. മാത്രമല്ല വൈദീശന്റെ ചില ചരിത്രത്തിൽ കാണാം, ഇന്നത്തെ കാലത്ത് വഹാബികളും സലഫിയും മുജാഹിദും ഇതൊക്കെ വരുന്നത് പോലെ തന്നെ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് പരിശുദ്ധ ഇസ്ലാമിനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുകയും ദഅവത്ത് ചെയ്യുകയും എതിർക്കേണ്ടവരെ എതിർക്കുകയും ചെയ്തു. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി അന്ന് ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ ജൂതന്മാരെ പരിശുദ്ധ ഇസ്ലാമിനെ കൊണ്ടുവന്നതിന്റെ ചരിത്രം പോലുണ്ട്. സിനാനി എന്ന് പറയപ്പെടുന്ന വലിയ ഒരു യഹൂദി, അന്നത്തെ പേര് എങ്ങനെയാണ് ചരിത്രത്തിൽ കാണുന്നത്, ആ ഒരു സഹോദരൻ
ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമി എന്ന പേര് വെക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾക്ക് ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്വപ്നം കണ്ടു. ഈസാ നബി അലൈഹിസ്സലാം ആ പുരോഹിതനായ ഒരു പണ്ഡിതനായ ഇസ്ലാമി എന്ന് പറയപ്പെടുന്ന ആ വലിയ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ ബഗ്ദാദിൽ പോയിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഏറ്റവും വലിയ ഒരു പണ്ഡിതനെ കാണണമെങ്കിൽ ബഗ്ദാദിൽ പോകണം, മഹാനായ തങ്ങൾ പോയി നിങ്ങൾ കാണണമെന്ന് ആരായ ഇസ്ലാമി എന്ന് പറയപ്പെടുന്ന വലിയൊരു പണ്ഡിതന്റെ അടുത്ത് ഈസാ നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞിരുന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ മഹാനായ തങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഖാജ ഉസാഫയുടെ ദിക്റാണ് നമ്മളോട് നടത്തുന്നത്. ഖാജ ഉസാഫ 5 മാസം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 മാസം 5 വർഷത്തോളം മഹാനായ തങ്ങളുടെ അടുത്ത് ഇൽമ പഠിക്കുകയും അവിടെ മഹാനായ തങ്ങളുടെ കൂടെ ജീവിച്ചു എന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത്. മഹാനായ ഇന്ത്യ രാജ്യത്തിലേക്ക് വരുന്നത് തങ്ങളുടെ അടുത്ത് 5 മാസം അല്ലെങ്കിൽ 5 വർഷത്തോളം അവിടെ ഇൽമ പഠിക്കുകയും മഹാനായ തങ്ങളുടെ അടുത്ത് അവിടെ വളർന്നിട്ടാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ വലിയ മഹാനാണ് മഹാനായ തങ്ങൾ. അവരെ ബഹുമാനിക്കണം. ആ മഹാത്മാവിനെ അവരെ ബഹുമാനിക്കുകയും അവരെ പേരിച്ച് ലോകത്ത് മുഴുവനും 14,000 ചിത്ര നമ്മളെ വീടുകളിലൊക്കെ കാണുന്നേ. നമ്മൾ 14,000 ചിത്രത്തിൽ മഹാനായ തങ്ങൾ ആദ്യ ബോധിക ആ ചിത്ര അവർ പറഞ്ഞ ചിത്ര നമ്മൾ ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ ഹദീസിൽ കാണാൻ ആരെങ്കിലും ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ അള്ളാഹു സഹായിക്കുന്നതാണ്. അയാളെ കണ്ണുയാനാകും. അള്ളാഹു പറയുന്നുണ്ട് അയാളെ കൈയാനാകും. അതുപോലെ പറയുന്നത് അയാൾക്ക് വേണ്ട കൈയാനാകും പറഞ്ഞാൽ മഹാനായ തങ്ങൾ വലിയ കറാമത്തുകൾ, നിരവധി കറാമത്തുകളുണ്ട്. എത്ര കറാമത്ത് ഒരു ദിവസം മഹാനായ തങ്ങൾ ഇങ്ങനെ ഒന്നെടുക്കുന്ന സമയത്ത് മഹാനായ തങ്ങൾ തന്റെ ചെരുപ്പെടുത്തുകൊണ്ട് വലിച്ചെറിയുകയാണ്. ചെരുപ്പെടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞു. അവിടുന്ന് ശിഷ്യന്മാർ കുറേ ശിഷ്യന്മാർ കവച്ചു ചോദിച്ചു, എന്താണ് തങ്ങൾ ചെരുപ്പെടുത്തുന്നത്? അപ്പൊ പറഞ്ഞു, വേറെ സ്ഥലത്ത് നമ്മൾ എത്രയോ 1000 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് ഒരു സഹോദരനെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ ആ സഹോദരൻ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചത് കാരണം കൊണ്ട് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ തങ്ങൾ മുഖേന ആ സഹോദരനെ രക്ഷപ്പെടുത്തി ഈ ചെരുപ്പറിയുകയും അവിടെ ആ സഹോദരന്റെ കയ്യിലുള്ള വാള് എടുത്ത് തെറിച്ചു പോവുകയും ആ സഹോദരൻ അവിടെ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു പിൻകാലി പറയുന്ന കഥകളെ ഹദീസിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു കഴിവ് കൊടുക്കും. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഔലിയാക്കന്മാരെന്ന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന കുറേ ആളുകളുണ്ടാവും. പല രൂപത്തിലും പലപ്പോഴും അങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ദൈവത്തിൽ നിന്ന് മഹാൻ കൊടുക്കാൻ പാടില്ല. മഹാനായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം കൊണ്ടും ഇബാദത്ത് കൊണ്ടും അതുപോലെ ധാരാളം സുന്നത്ത് ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഉന്നതമായ സ്ഥാനം കിട്ടിയത്. ഉമർഖാദിന്റെ ചരിത്രം കാണാം. വെളിയക്കോട് നമ്മൾ സിയാറത്തിൽ പോയ ആളുകളുണ്ടാവും. വെളിയക്കോട് ഉമർഖാദി പൊന്നാനിയിൽ പോയ അവിടെ മഹാന്റെ പറമ്പത്തോട് ഈമാൻ സലാമത്താക്കി പെരുമാറവിടെ ബ്രിട്ടീഷുകാരുടെ യുദ്ധം ചെയ്ത വലിയ മഹാനാണ്. മപ്പുറങ്ങളുടെ കാലത്ത് ജീവിച്ച മഹാനായ ഉമർഖാദി വെളിയക്കോട് പൊന്നാനി വളർത്തുന്നത്. മഹാനവറുകളെ ബ്രിട്ടീഷുകാരെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനെ? ഇന്ത്യക്ക് വേണ്ടി വാദിക്കുകയും ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് അന്നത്തെ പള്ളിയിലെ വലിയ ഒരു അള്ളാഹുവിന്റെ വലിയായ വെളിക്കോട് ഉമർഖാദിനെ പള്ളിയിൽ പോയി ജയിലിൽ കൊണ്ടുപോയി നടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജയിലിൽ നോക്കുമ്പോൾ ഉമർഖാദിനെ കാണുന്നില്ല. ഉമർഖാദി പള്ളിക്കുള്ളിലുണ്ട്. അത്ഭുതപ്പെട്ടു പോകാൻ ബ്രിട്ടീഷുകാരെ. കാരണം അത് അള്ളാഹുവിന്റെ ഒരു വലിയൊരു സഹായമാണ്. ജയിലിൽ അടക്കപ്പെട്ട ബ്രിട്ടീഷുകാർ ജയിലിലടച്ച മഹാനായ ഉമർഖാദി നേരെ കൊടുക്കുമ്പോൾ പള്ളിയിൽ തന്നെ ജയിൽ ചാടിയതൊന്നല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നത് തന്നെയാണ്. അതാണ് ഔലിയാക്കന്മാരെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറയപ്പെടുന്നത്. ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം. അവർക്ക് അതിൻ്റെതായ ബഹുമാനവും കറാമത്തുകളൊക്കെ അള്ളാഹ് നമ്മൾക്ക് കാണാൻ കഴിയാത്തത് അള്ളാഹു ഔലിയാക്കന്മാർക്ക് കാണും. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് അള്ളാഹ് ഔലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയും. അത് കാരണം എന്തുകൊണ്ട്? അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അതിന് കഴിവ് കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം വെറും പർവ്വതത്തിന്റെ കാര്യത്തിൽ പർവ്വതം നിർബന്ധമാണ്. പർവ്വതം നിർബന്ധമാണ്. പർവ്വതമാണ് ആറ്റുള്ളൂ. പക്ഷെ സുന്നത്ത് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടങ്ങൾ നിസ്കരിക്കാം. പക്ഷെ സുന്നത്ത് എത്ര നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കും. അള്ളാഹുമാറവട്ടെ. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. അള്ളാഹു അതിനേക്കാളും അടുത്ത് അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുമായി നമ്മൾ കുറച്ചെടുത്താൽ
അള്ളാഹു നമ്മളെക്കാൾ കൂടുതൽ കൊണ്ടെടുക്കും. അതുകൊണ്ടാണ് ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹു ഔലിയാക്കന്മാർ സ്മരിക്കുക. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുൽ അംബിയാഇ ഇബാദ. അള്ളാഹുവിന്റെ അംബിയ മുർസലീങ്ങൾ അവരെ കുറിച്ച് പറയുകയും സ്വാധീനങ്ങളെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അവരെ കുറിച്ച് പറയുകയും അത് ദോഷം പൊറുക്കാൻ കാരണമാകും. ഇതുപോലെ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നത് നമ്മൾ ദോഷം പൊറുക്കും. അള്ളാഹു ദോഷങ്ങൾ പൊറുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഗുണപാഠവും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വലിയ മഹാനാണ് അബ്ദുൽ ഖാദിർ ജീലാനി. 561 11-ാം ദിവസങ്ങളിലാണ് മഹാനവർ ലോകത്ത് വിട പറഞ്ഞു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ തണലും കാവലും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എല്ലാവരോടും എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു വലിയൊരു കഴിവാണ്. എവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ രാവുകളിൽ പോയി നോക്കാൻ എന്തൊരു സമാധാനം, എന്തൊരു ആനന്ദാണത്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് അവിടെ തന്നെ ആളുകൾ കൊടുത്തു. നമ്മളെ മുട്ടത്തിന്റെ ചില ഷാഹുസാദിന്റെ മാത്രം നമുക്ക് മുറ്റത്തെ മുല്ലേക്ക് മഹാനാണ്, നമുക്ക് അതിന്റെ മഹത്വം അറിയില്ല മാത്രം. മഹാനായ ഷാഹുസാദ് നമ്മൾ ത്യാഗം ചെയ്യണം. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയ മനുഷ്യനാണ്. അതുപോലെ മഹാനായ ഷാഹുസാന്റെ വാപ്പ അവിടെ പോകുമ്പോൾ തരാൻ പറയണം. ചില ആളുകൾ ഇതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുവാനും ആ സ്നേഹിച്ചതിനാലെ കൊണ്ട് സ്വർഗ്ഗത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുകൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അവരെ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാലോ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അല്ലെ, ആരെങ്കിലും ഔലിയാക്കന്മാരെ ഏതെങ്കിലും നിലക്ക് അവരെ പരിഹസിക്കുകയോ അവരെ കളിയാക്കുകയോ അവരെ നിസ്സാരപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവും ആഹ്റവും നമുക്ക് നഷ്ടപ്പെടാൻ കാരണം അല്ലാഹു അപേക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ടതൊക്കെ ബഹുമാനിക്കണം. പള്ളി ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ബഹുമാനിക്കപ്പെടേണ്ടത്. പള്ളി അവിടെ നിന്നൊക്കെ ഒപ്പിടാൻ പാടില്ല. അല്ലെ, ചില ആളുകൾക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര ഒപ്പിടുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കാർ സംസാരിച്ചാൽ ഇല്ലെങ്കിൽ ഒരു എഴുത്തുക എനിക്ക് പരാതിയുണ്ട്, ഒരു കെട്ടപ്പെട്ട് ചെയ്ത് പ്രസിഡന്റ് കൊടുക്കുക, സെക്രട്ടറി കൊടുക്കുക. അല്ലെ, ഇത് പ്രസിഡന്റിന്റെ സെക്രട്ടറി എടുത്തിട്ട് ഭയങ്കര ഒപ്പാടാണ്. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് നിർത്തിയ ആളുകളല്ലോ അവർ കമ്മിറ്റിക്കാര്. ഞങ്ങൾക്ക് സെക്രട്ടറിക്ക് ശമ്പളം ഉണ്ടാ ഇല്ല, സെക്രട്ടറിക്ക് ശമ്പളം, പ്രസിഡന്റിന് ശമ്പളം ഉണ്ടാ. അങ്ങനെയാണ് എല്ലാവരും സെക്രട്ടറി ആവും. ഇപ്പൊ സെക്രട്ടറി ആവാൻ ആളില്ല, പ്രസിഡന്റ് ആകാൻ ആളില്ല. അപ്പൊ അവിടെ നിന്നിട്ട് വെറുതെ ഒപ്പാടി. എന്ത് കാര്യം ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിക്കോട്ടെ, ഞങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടായിക്കോട്ടെ, പണിയൊന്നും കൊണ്ടുവരാൻ പാടില്ല. അത് ആളുകളെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ ആളുകൾ പറയും ഉഷാറായി മാഷാ പറയും, അങ്ങനെ പറയും, അങ്ങനെ ചോദിക്കണം. ഞങ്ങൾ കേൾക്കുന്നത് പറയാൻ 10 ആളുണ്ടാവും. പക്ഷെ ഞാൻ കൊടുക്കുന്നതായ ഞങ്ങൾ അള്ളാഹുവിനോട് അപേക്ഷിക്കണം. പള്ളിയിൽ ഒപ്പിടാൻ പറ്റും. അത് തോപതി എന്നെ പള്ളിയിൽ ഒപ്പിട്ടിട്ട് മനസ്സാണ് തോപതി. ഇല്ലെങ്കിൽ അള്ളാഹുവിനോട് പെട്ടെന്നൊന്നും കിട്ടില്ല. അല്ലെ, അതിന്റെ ആൾക്കാർ ചോദിക്കണ്ടേ ഇപ്പോൾ 60 പോലും ദുആ ചെയ്തിട്ട് ഇസ്രായേൽ ഇപ്പോഴും പലസ്തീൻകാർ ആക്രമിക്കുന്നുണ്ട്. എന്റെ ദുആന്റെ ഞാൻ അജീർ പോലും ചോദിച്ചത് ഞങ്ങൾ ഇപ്പോഴത്തെ ദുആ അത് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നത്. അള്ളാഹു എത്ര കഴിഞ്ഞ ഫിറൗനിനെക്കാട്ടി ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെത്യാവു അവന്റെക്കാട്ടി ഇതിലെ സ്ട്രോങ്ങായിരുന്നു അവസാനം ഒരു കൊടുത്ത കുറിച്ച്. അതുപോലെയാണ് നമ്മൾ പള്ളിയിൽ ഒറ്റക്കാട്ടിലാക്കി വിജയിച്ചിരിക്കേണ്ട അള്ളാഹു കുറിക്കുന്നത് നല്ല വലിയക്കാരെ ഓരോ അള്ളാഹു എടുത്ത് കളിക്കുന്നത്. നമ്മളെ സമ്പത്ത് അള്ളാഹുവില്ലാണ്ടായി കഴിയും, നമ്മുടെ ആരോഗ്യം അള്ളാഹുവില്ലാണ്ടായി കഴിയും, നമ്മളെ എല്ലാം ഇല്ലാണ്ടാക്കാൻ അള്ളാഹു കഴിയും. അള്ളാഹു നമ്മളെ അപേക്ഷിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു ബഹുമാനിച്ച സ്ഥലമാണ് പള്ളി. ആ പള്ളിയിൽ അവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീതി കൊടുത്താൽ അത് മെല്ലെ സംസാരിക്കും. മെല്ലെ സംസാരിക്കാണ്ട് ഭയങ്കര ഒപ്പിടാൻ ഓരോ 2-3 ആൾക്കാർ എത്ര സത്യം എന്ന് ഞാൻ പറയാം. മെല്ലെ പറഞ്ഞാൽ എത്ര രാത്രം. ഇനി ഞങ്ങൾ വേറൊരാൾ നമ്മളോട് ദേഷ്യത്തിൽ സംസാരിച്ചാൽ നമ്മളെന്താ അവർ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. നമ്മൾ ദേഷ്യം പിടിച്ചു വെക്കട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ചിരുന്ന ഒരു ഹദീസിന്റെ എല്ലാം ദേഷ്യം പിടിക്കുന്നവരല്ല ശക്തിമാൻ. അല്ലെ, പിന്നെ ശക്തിമാൻ അല്ലാഹുവിന്റെ ദീനിൽ വലിയ ശക്തികളാണ്. ദേഷ്യം പിടിക്കുമ്പോൾ അത് പിടിച്ചു നിർത്തുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും നമ്മോട് ഒപ്പിട്ട് സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കാൻ നമ്മൾ ചെയ്യുന്നത് പള്ളിയിലാണ്. ജാഗ്രത എത്ര ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം ഇതൊക്കെ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ മക്കൾ കണ്ടുപിടിക്കും.
ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ ഇത് ഉള്ളതാണ്. ഏത് പള്ളി, ഈ പള്ളി മാത്രമല്ല, ഏത് ദുനിയാവിൽ ഏതൊക്കെ അല്ലാഹുവിന്റെ വഖഫാക്കിയ പള്ളിയുണ്ടോ ആ പള്ളിയിലും ഞങ്ങൾ പോയി കളിക്കാം. ഇങ്ങനത്തെ പള്ളി പോയി കളിച്ചിട്ട് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന മക്കൾക്ക് ഇതൊക്കെ ഞങ്ങൾ നാടേണ്ടി വരുന്നത് ഞങ്ങളുടെ മക്കൾക്ക് കഴിഞ്ഞ അവസ്ഥ വരിക. ഞങ്ങളുടെ കാരണം കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ ഒപ്പെട്ടതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങളുടെ മക്കൾ നാം അനുഭവിക്കുന്ന ഒരു അവസ്ഥ കാണേണ്ട അവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഇനി അറിയാതെ വന്നിട്ട് അല്ലാഹു തൗബ ചെയ്യും. അത്രയേ ഉള്ളൂ. വേറെ ഡെമോന്നില്ല. ഞാൻ ഒന്നുകൂടി ഉണർന്നാണ് ചെയ്യാൻ പാടില്ല അല്ലെ. ഇന്ന് വെള്ളിയാഴ്ച എന്ത് നാളത്തുണ്ടായി ഒരു ശബ്ദമില്ലല്ലോ. മുമ്പത്തെ ഞാനുണ്ടായിട്ട് ഭയങ്കര ശബ്ദം. എന്തിന് ശബ്ദം ഉണ്ടാക്കാൻ ആർക്കും വേണ്ടി എന്തിന് ശബ്ദമുണ്ടാക്കി എന്ത് കിട്ടി? ഞാൻ ബന്ധപ്പെടാൻ എന്ത് കിട്ടിയോ? ആരെങ്കിലും 2-3 പറയും അങ്ങനെ വേണം അങ്ങനെ വേണം എന്തങ്ങനെ വേണം ഇതൊന്നും നടക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മാസമാണ് എന്ത് മാസത ഒരു നല്ല നിലക്ക് പോകുന്നുണ്ട്. അത് ഒന്നുകൂടി ഇല്ലാണ്ടാക്കാനാണ്. സ്കൂള് നല്ല നിലക്ക് പോകുന്നുണ്ട്. സ്കൂൾ ഇനി ഉഷാറാവുന്നത് അത് കഴിഞ്ഞിട്ട് തന്നെ മാസത. ഇത് വെറുതെ 2-3 ആൾക്കാരൊന്നും എന്ത് കൊണ്ടാവും മാസമോ പറയും മാസം പറയും എന്ത് മാസം ആരും നല്ല നിലക്ക് പോകുന്നുണ്ട്. അൽഹംദുലില്ല. കണക്കും കാര്യങ്ങളൊക്കെ മാറ്റില്ല. അൽഹംദുലില്ല. സ്കൂൾ ജമാഅത്തിന്റെ കീഴിലായിട്ട് അൽഹംദുലില്ല. അൽഹംദുലില്ല. അതന്നെ ഇനി ഇതൊക്കെ ഉഷാറാക്കി വരുന്ന ജമാഅത്തുകാരെ ഇവിടെ വരുന്ന കുറേ ആളുകൾക്ക് വിഷമിക്കുന്ന രീതിയിൽ നിങ്ങൾ അവിടെ ശ്രദ്ധ കണ്ടാൻ പാടില്ല. അതിനാലെ പോയി താനെ പാടില്ല. പള്ളി നല്ല അൽഹംദുലില്ല. ഇനി അതിന്റെ ശീലിന്റെ പൂർത്തീകരിക്കുക കമ്മിറ്റിക്കാരെല്ലാവരും ഒന്നിച്ച് നിന്ന് അവർക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് 25-ാം വാർഷികം വരാൻ പോവുകയാണ്. 7 ദിവസത്തെ പരിപാടിയാണ്. അത് നല്ല വാർത്തയിൽ ഞങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ട് കഴിയുന്നത് പണം കൊടുക്കാൻ കഴിയാൻ കൊടുക്കുക, പണിയെടുക്കാൻ കഴിയാൻ അല്ലെ. പള്ളിയുടെ പണിക്കൊന്നും ആരും പൊളിക്കാൻ നിൽക്കുന്നത് ഞാനാലോചന ഞങ്ങൾ പൊളിച്ചിട്ടില്ല. ഇതൊക്കെ പൊളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പള്ളിയുടെ പണിയാണ്. വിത്ത് വരാൻ പോവാണ്. പള്ളിയുടെ പണി എന്നെ കൊണ്ട് എത്തുകയും എന്റെ വീട്ടിൽ കത്തി ഉണ്ടെങ്കിൽ കത്തി കൊടുത്തിട്ട് അവിടെ കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ പണിഫലമായി അല്ലാഹു ഉപയോഗിക്കുന്നതുമാറാവട്ടെ. പള്ളിക്ക് സഹായിക്കും. പള്ളി നമ്മളെ വീട് എത്ര ക്ലീനാക്കുന്നത് പോലെ പള്ളി അല്ലെ. പ്രതിക്ക് വരുമ്പോൾ ഞാൻ വിളിച്ചില്ല എന്ന് പറയട്ടെ. ഞങ്ങളൊക്കെ ജമാഅത്തുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ അവകാശമുണ്ട്. ആ അവകാശം കാരണം നമ്മളെല്ലാവരും ഒന്നിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒന്നാണ്. വേറെ വേറെ തന്നെ ഭിന്നിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ അല്ലാഹുവിന്റെ ഒന്നിച്ച് നിൽക്കാനുള്ള ഉപയോഗിക്കുന്നത് ഭിന്നിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ പറയാം എന്തെങ്കിലും ചെറിയ പ്രശ്നം നിങ്ങൾക്കിടയിലേക്ക് പള്ളി പോകുന്നത് അങ്ങനെ ചില ആളുകളുണ്ട്. അവർ 2 പേരെന്തെങ്കിലും പ്രശ്നമുണ്ടാവും. ആ പ്രശ്നം കൊടുത്ത് പള്ളി കൊടുത്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഒന്നിച്ച് നിന്ന് എല്ലാവരും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം സംസാരിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെയാക്കി പറയാൻ പറ്റരുത്. അത് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ ഞങ്ങളെടുത്ത് തന്നെ ആരുണ്ട്? മഹാനായ ഷാഹുസ്താദിന്റെ വാപ്പ അള്ളാഹിന്റെ വലിയ അങ്ങനെ അള്ളാഹു ബഹുമാനിച്ചതുകൊണ്ടാണ് ആ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ അതവുകേടായി പോകും. അതൊക്കെ പറയുന്നത് നിങ്ങൾ അതവുകേട് വരാൻ പാടില്ല. മക്കയിൽ പോയിട്ട് മാത്രമല്ല അറബിൽ പോയിട്ട് മാത്രം ശബ്ദം ഉണ്ടാക്കാണ്ടില്ല. എവിടെ അള്ളാഹു ബഹുമാനിച്ച ദിവസമുണ്ട് അതിനൊക്കെ ബഹുമാനിക്കണം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ബഹുമാനിക്കാറില്ലേ അല്ലെ? അതുപോലെ ഇതേ അവസ്ഥ ഉമ്മാനോട് വാപ്പാനോട് ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. അതവുകേടുണ്ടായി പോകും. ഉമ്മ വാപ്പ അത് ഈ എത്ര ഹജ്ജ് ചെയ്തൊരു കാര്യമില്ല. ഉമ്മ വാപ്പാനെ നോക്കിയിട്ടില്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഉമ്മ വാപ്പ അവരെ ബഹുമാനിക്കുക. അവരെ വേദനിപ്പിക്കുന്ന അവസ്ഥാനം പാടില്ല. അവരെ നല്ലോണം ബഹുമാനിക്കുക. എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അതേ ചെയ്യണം. പ്രാതിയോധം ചെയ്യണം. അള്ളാഹു നമ്മൾ ഓടിയതൊക്കെ അവരുടെ അമർത്തിലേക്ക് അള്ളാഹു ചെയ്യുമാറാവട്ടെ. ഉമ്മ വാപ്പ വലിയ സ്വത്താണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വലിയ നഷ്ടങ്ങൾ. മാരോട് വാപ്പാന്റെ ബഹുമാനം നമ്മളെ രക്ഷപ്പെടണം. അള്ളാഹു നമ്മുടെ സ്വഭാവം ആക്കി പെരുമാറാവട്ടെ. നമ്മൾ ഒരിക്കലും ഇവർമാരാകരുത്, അഹങ്കാരികളാകരുത്. നമ്മൾ ആരും എന്താൻ പാടില്ല. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ നയിക്കാൻ പാടില്ല. പരസ്പരം ഒരാളുടെ ഇതിന് അവർ പറഞ്ഞ് അവസാനം എല്ലാം അല്ലെ. ഇപ്പൊ പോയി ഞാനിപ്പോ ഞങ്ങൾ പറയും ഞാൻ ഇന്നലെ അധികം പോയി കുറച്ചാൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിറ്റാൻ പോയിട്ടുണ്ട്. കുറച്ചാൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപേക്ഷിക്കുമാറാവട്ടെ. അജ്മീറിൽ ദിക്റിന്റെ കണക്കിൽ പോകുന്നതാണ്. ദിക്റിന്റെ കണക്കിൽ പോകുന്നത് അജ്മീർ. ഇല്ലെങ്കിൽ ഞാൻ ദിക്ർ പറയാൻ ഈ വർഷം അജ്മീർ പോകാൻ ഉദ്ദേശിച്ച ആളല്ല. കാരണം എന്താ? എനിക്കും ഫാമിലി ഒരു വേണ്ടപ്പെട്ട കല്യാണത്തിന് പോലെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കുടുംബത്തിൽ എന്താ പറഞ്ഞത്? എന്റെ ഫാമിലിയിൽ എന്റെ പെണ്ണാവുമ്പോൾ പോയിട്ട് 3 വർഷം പോകണം. ഇതൊക്കെ ഉള്ള ഞാൻ വെറുതെ പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ വർഷം അജ്മീർ പോകാൻ വിചാരിച്ചത് പിന്നെന്താ ടിക്കറ്റ് എടുത്തിട്ടാണ്. പിന്നെ ഇവിടുത്തെ
അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരണം ഈ വിദ്യ നടക്കുന്നത് ആചാരങ്ങളുടെ വലിയ ഒരു സഹായമുണ്ട്. ഹാജാരുടെ ഉപ്പാമാരെ അല്ലെങ്കിൽ ഇവിടെ തങ്ങന്മാരെ കൊണ്ട് തന്നെ വിഗ്രഹങ്ങൾ അത് ഹാജാവ് പറഞ്ഞു ഞാനെല്ലാം വേറെ അവസ്ഥകൾ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഞങ്ങൾക്ക് ഇത് മാറട്ടെ. അത് ആചാരങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ അന്വേഷിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ കുറെ ഒരാളുകൾക്ക് പഠിത്തം കേൾക്കാൻ കുറെ ആളുകൾ കിറ്റിനെ പറഞ്ഞിട്ട് എന്നാണ് നടക്കുന്ന ഒരു പൈസ അള്ളാഹുമാറോടെ. അപ്പോ മഹാനായോടൊക്കെ ആ ഒരു ബഹുമാനം ആ ഒരു ആദരവ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ നല്ല നാടാണ്. നല്ല നാടാണ്. ചില നാട്ടിലൊന്നും റാഫിയുണ്ടാവും, പക്ഷെ പുതിയതുണ്ടാവും. ചില നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഈ മാസം രാത്രി പുതിയതുണ്ടായിരിക്കണം. നല്ല പുതിയതുണ്ടായിരിക്കണം. അള്ളാഹു നമ്മുടെ വീടുകളിൽ പുതിയതുണ്ടായിരിക്കണം. മഹാനായ വിളിക്കുന്ന വലിയൊരു മഹത്വമാക്കപ്പെട്ട പുതിയത് നമ്മളെ അനുഭവങ്ങൾ നേരിട്ട് കണ്ടവരെ അള്ളാഹു അതിനെ ബഹുമാനിക്കുവാൻ മനസ്സിലാക്കാതെ ഭൂമിക നൽകുമാറാവട്ടെ. നാട്ടിൽ മാസമാസം തിക്ക് നടത്തുന്നുണ്ട്. മാസത്തിന്റെ ലാസ്റ്റ് മണ്ണിലിരിക്കുന്നുണ്ട്. ആ വർഷത്തിൽ ഒരിക്കൽ റാത്തിയുണ്ട്. അതുപോലെ പുതിയതുണ്ട്. അടുത്ത മാസമാകുമ്പോൾ പള്ളി മൂടുന്നത് നിങ്ങൾക്കത്തെ കമ്പിക്കാരെ വഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തെളിയിക്കുകയാണ്. ഇതൊക്കെ എന്തിനെ ഞങ്ങളുടെ നാടിനെ ബുദ്ധിപതിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാടിൽ വരാതിരിക്കുന്ന വന്ന എല്ലാ ശ്രദ്ധകളെയും അള്ളാഹു ലക്ഷ്യമാകുമാറാവട്ടെ. അപ്പൊ എന്ന് പറഞ്ഞത് താനൂര് മൂടുന്നത്. താനൂര് എന്ന് പറഞ്ഞാൽ താനൂര് പ്രദേശത്ത് ഇതുപോലെ 30 മാലിന്യം. ഞങ്ങളുടെ മാലിന്യത്തിൽ 320 വീട്. ഇതുപോലത്തെ 30 മാലിന്യം എല്ലാം ഒരു വീട്ടിൽ 5 മാലിന്യം എല്ലാ വീട്ടിലും പോകുക. ആ ഓരോ വീട്ടിലും ഓരോ കുട്ടണികളുണ്ടാവും. എല്ലാ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ അവിടെ 3 തോന്നാൻ വരും. ഒരാഴ്ച 5 മാലിന്യം, പിന്നൊരാഴ്ച 5 മാലിന്യം, അങ്ങനെ 30 മാലിന്യങ്ങളിലും എല്ലാ വീട്ടിലും പോകുന്നത്. ഒരു മൂലം തന്നെ മൂലൂത്, ബദർ മൂലൂത്, മുഹീദി മൂലൂത്, അഷ്റഫ കബാഡിയെ തൊട്ടു എല്ലാ വീട്ടിലും കുട്ടണികളുണ്ടാവും. ഇത് നടത്തിയതായ മഹാനായ ആ നാട്ടിലേക്ക് വലിയൊരു മുസീബത്ത് വന്ന സമയത്ത് മഹാനായ മമ്പുറത്തിൽ അവർ വന്നപ്പോ എത്രയോ വർഷം 700 എത്ര വർഷമുണ്ട്, 100 വർഷത്തിനപ്പുറം മുമ്പ് തുടങ്ങി വെച്ച മൂലി ഇന്നും നാനൂറ് മൂലൂത് വന്ന് നടക്കുന്നുണ്ട്. അവിടെ പോയി അറിയാം. നമ്മൾക്ക് ഓടാൻ പോയ ആളുകൾ സംസ്ഥാനക്കറിയില്ല, നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ നാടിൽ വരുന്ന മുസീബത്ത് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടിലെ എല്ലാ ശ്രദ്ധകളും അള്ളാഹു പെരുമാറാവട്ടെ. നമ്മുടെ സ്കൂളിൽ നല്ല റാഹത്തും സന്തോഷത്തിലൊക്കെ പോകുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഇനി അതിനു വേണ്ടി നല്ല സപ്പോർട്ട് അതിനെ ഉഷാറാക്കാൻ മഹല്ലുകാരുടെ കടമയാണ്. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഉഷാറാക്കണം. മഹാനായ നമ്മുടെ ഭാഗത്ത് അവിടുത്തെ കാവലും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരും ഉദ്ദേശിക്കുന്ന വേണ്ടി പെരുമാറാവട്ടെ. തലാത്ത് പറഞ്ഞവരുണ്ട്. ഒരു കഥമല്ല, ഒരു കഥ റസൂലുള്ളാഹിയുടെ യോഗ്യവരുണ്ട്. ذلك الأنبياء والرسل والمرسلين وملائكة الله والملائكة المقربين الفاضلة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى أمواتنا عتيبة وعمر وعثمان وعلي والحسن والحسين وحفصة وعباس وفاطمة الزهراء وخديجة الكبرى وعائشة الصغرى وإلى أموات جميع الصحابة والقرابة أجمعين والشهداء والصالحين والتابعين والتابعين لهم بإحسان إلى يوم الدين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم جاءوا بالصلاة الراتب الوقت الصمداني والقطب الرباني سلطان الأولياء الشمسية عبد القادر الجيلاني قدس الله تعالى اسمه العزيز ولوجياته كافة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إذا روي القدس المقدار والوقت العظيم سلطان العارفين الشيخ الطيب أحمد الكريم إبراهيم قدس الله له العظيم ويؤتي بإيثاق الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى روي سلطان المشايخ قدوة العالم وسيد الشيخ عجا طه بن الشرفي قدس الله تعالى له. ثم إلى روي سيد العارفين الشيخ مخدوم الجعانياني السيد جلال الدين البخاري قدس الله له. ثم إلى روي كل ولي ولية له ولية الله تعالى أينما قالوا من مشارق الأرض إلى معارفها. ثم إلى أرواح الأرباب المتدينين والعلماء العاملين. ثم إلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء والأموات وإلى ونفعنا بالدارين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إذا الهادي إله الهادي إله أنت الهادي أنت الحق وليس 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 الهادي إله. ها هو هي أيوم ها هو هي أيوم ها هو هي أيوم ها هو هي أيوم هي أيوم ها هو 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 هي أيوم. إلهي أنت مقصودي ورضاك مطلوبي يا منان يا منان يا ديان يا سبحان يا منان يا منان يا ديان يا سبحان يا منان يا منان يا منان يا منان يا ديان يا سبحان 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 يا منان يا منان
يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا منان يا ديان يا سبحان يا حنان 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 يا منان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا عليم يا كبير يا حكيم يا كبير 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 يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير حكيم يا عليم يا كبير يا حكيم يا قدير 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 يا عليم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا سميع يا بصير يا لطيف يا خبير يا سميع يا لطيف يا خبير يا سميع يا بصير 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 يا سميع يا بصير يا لطيف يا خبير يا سميع يا قدير يا سميع يا بصير يا لطيف يا خبير 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 يا سميع يا بصير يا لطيف يا خبير
يا سميع يا بصير يا لطيف يا خبير يا سميع يا بصير يا لطيف يا خبير يا سميع يا بصير يا لطيف يا خبير يا سميع يا بصير يا لطيف يا خبير يا سميع يا بصير يا لطيف يا خبير يا سميع يا بصير يا لطيف يا خبير إلهي أنت مقصودي ورضاك مطلوبي يا فتاح يا رزاق يا كريم يا وهاب 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 يا فتاح يا رزاق يا فتاح يا رزاق يا كريم يا وهاب 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 يا عزيز يا غفار يا جليل يا جبار 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 يا رفيع يا بديع يا هادي يا رشيد 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 يا رفيع يا بديع يا هادي يا رشيد
Rashid, Ya Rafiu Ya Badi Ya Hadi Ya 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 Rashid, Ya Rafiu Ya Badi Ya Ya Rashid, Ya Rafiu Ya Badi Rashid, Ya Rafiu Ya Badi Ya Hadi Ya 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 Rashid, Ya Rabbu Ya Nur Ya Haqqu Ya Mubin, 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 Ya Rabbu Ya Ya Haqqu Ya Mubin, Ya Rabbu Ya Nur 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 Ya Rabbu Ya Nur Ya Haqqu Ya Mubin, 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 Ya Shahid Ya Raqib Ya Nasir Ya Matin, 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 Ya Shahid Ya Raqib Ya Shahid Ya Raqib Ya Nasir Ya Matin, 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 Ya Shahid Ya Raqib
يا ناصر يا متين يا سيد يا رقيب 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 يا ناصر يا متين إلهي أنت مقصودي ورضاك مطلوبي يا هادي يا صمد يا بكر يا مولا 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 يا حي يا قيوم يا داعي يا الله يا حي يا قيوم يا داعي يا يا قيوم يا داعي يا الله يا حي 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 يا قيوم يا داعي يا الله إلهي أنت مقصودي ورضاك مطلوبي يا دائم يا دائم يا دائم يا هو 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 يا دائم يا دائم يا
Allah
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات من شر حاسد اذا حسد بسم الله الرحمن الرحيم من شر الوسواس الخناس الذي يوسوس في صدور الناس കുറേ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടാവും. ഓരോ കുടുംബത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടാവും. കുറേ ആളുകൾ മനസ്സിൽ വിചാരിച്ച് നല്ല ആദ്യത്തോടുകൂടി ആദ്യം പറയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ മനുഷ്യന്മാരാണ് ചിലപ്പോൾ അറിയാണ്ട് ചൂടായി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അറിയാണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ച് നല്ല അല്ലാഹുവിനോട് മാപ്പ് പറയാം. അല്ലാഹു നമുക്ക് കൊടുക്കുന്നവരും അല്ലാഹു ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم صل صلاة كاملة وسلم سلاما على سيدنا محمد الذي تنحل به الأمة وتنفذ به القبور الله بالحضارة سبحانه القضاء والصلوات ويستغفر الله بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأمركم بمعلوم لك اللهم صل على سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد كما باركت على سيدنا إبراهيم في العالمين إنك حميد مجيد اللهم آتي وسيلة والفضيلة ونبسط فيها وارزقنا محمود الذي وارزقنا شفاعته يوم القيامة رسول الرحمن على شافعنا كل جبارا وغفارا رحمانا يا رحيما يا الله يا بدود يا بدود يا بدود يا حي يا قيوم يا حي يا قيوم يا حي يا قيوم الله يا الله يا سبحان يا سبحان سبحان القرآن الكلام ذكر رسول الله ذكر الصلاة والاستغفار والتهليل الله
ഈ മജ്‌ലിസിന്റെ
മുസ്ലിങ്ങൾക്ക് സമാധാനം കൊടുക്കുക. ലോക മുസ്ലിങ്ങൾ യുദ്ധത്തിലാക്കുക. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله.